Dear students, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മുടെ സെക്ഷൽ റിപ്രൊഡക്ഷന്റെ നമുക്ക് ലാസ്റ്റ് പോർഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നമ്മൾ ഓൾറെഡി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ സീഡിന്റെ സ്ട്രക്ചർ വരെ നമ്മൾ പഠിച്ചു അല്ലെ? ഡൈക്കോട്ട് സീഡ്, മോണോക്കോട്ട് സീഡ്, എൻഡോസ്പെർമ സീഡ്സ് ആൻഡ് നോൺ എൻഡോസ്പെർമ സീഡ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടേംസുകളും അതുപോലെ തന്നെ ഫ്രൂട്ട് എന്ന് പറയുന്ന പോർഷൻ മാത്രമേ ഇനിയുള്ളൂ. അപ്പൊ നോക്ക്, ഇവിടെ നമുക്ക് ഈ സീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ചെറിയൊരു ടേം ആണ്. വൺ ഈസ് കോൾഡ് സീഡ് ഡോർമൻസി ആൻഡ് അനദർ വൺ ദാറ്റ് ഈസ് കോൾഡ് സീഡ് വയബിലിറ്റി എന്ന് പറയും. അപ്പൊ സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോർമെന്റ് ആവാന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുക. ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് ചില സമയത്ത് എന്ത് ചെയ്യും? സീഡ് ഒരുവിധം എല്ലാ സീഡ്സും എന്താണ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. അപ്പൊ ഒരുവിധം എല്ലാ സീഡ്സും ഇപ്പൊ നമ്മളിപ്പോ ഗ്രാസ് ഏത് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോയിലിൽ കുറച്ച് സമയം കിടക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇൻആക്ടിവിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇൻആക്ടിവിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീഡ്സ് unable to germinate. Seeds are unable to germinate. അപ്പൊ സീഡ്സ് എന്ത് ചെയ്യാണ്? നമുക്ക് ചിലപ്പോ അൺഫേവറബിൾ കണ്ടീഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാവാം, പക്ഷെ എന്നാലും സീഡ്സിന്റെ കുറച്ച് ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് കാരണം, അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് ചെയ്യും? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യില്ല. അപ്പൊ എന്താണെങ്കിലും സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ, ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് ഇൻആക്ടിവിറ്റി. ആക്റ്റീവ് ആവാതെ സീഡിന്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജെർമിനേഷൻ ആണ് അല്ലെ? അപ്പൊ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുവാണ്? നേരെ ഒരു ഡോർമന്റ് സ്റ്റേജിലേക്ക് വരും. അതിനെയാണ് എന്ത് പറയുക നമ്മള്? സീഡ് ഡോർമൻസി. സീഡ്സ് ആർ അൺഏബിൾ ടു ജെർമിനേറ്റ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ സീഡ് ഫോർമേഷൻ, സീഡ്സ് ദാറ്റ് ഈസ് എൻറ്റേഴ്സ് ഇൻടു എ metabolically inactive stage. Metabolically inactive stage. That is called seed dormancy. Then ആ ഇൻആക്റ്റീവ് സ്റ്റേജ് ഇരുന്ന് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ആ സ്റ്റേജിൽ നിൽക്കുന്നൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോ സീഡ്സ് എന്ത് ചെയ്യും? അത് നേരെ ജെർമിനേറ്റ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീഡ് ഡോർമെന്റ് ആയിട്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോ നമുക്ക് അൺഫേവറബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും, ടെമ്പറേച്ചറിന്റെയോ വാട്ടർ. ഇപ്പൊ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം? സീഡ് വാട്ടർ അബ്സോർബ് ചെയ്യണം. വാട്ടർ അബ്സോർബ് ചെയ്ത് സീഡ് ഒന്ന് നന്നായിട്ട് സ്വെല്ല് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? സീഡ്സിന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സീഡ് ഡോർമൻസി ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും? സീഡ് കോട്ട് നല്ല ഹാർഡ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കും. ഹാർഡ് സീഡ് കോട്ടിന്റെ പ്രസൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ സീഡ് കോട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺഏബിൾ ടു അബ്സോർബ് വാട്ടർ, അല്ലെങ്കിൽ ഇംപെർമിയബിലിറ്റി എന്ന് പറയും. സീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്ടറിനെ, സീഡ് കോട്ട് വാട്ടറിനെ പെർമിയബിൾ ആക്കില്ല. അപ്പൊ അൺഏബിൾ ടു അബ്സോർബ് വാട്ടർ, അല്ലെങ്കിൽ ഇംപെർമിയബിലിറ്റി ഓഫ് സീഡ് കോട്ട്. ഇംപെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീഡ്സിന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇംപെർമിയബിലിറ്റി എന്ന് പറയും. ഇതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ വല്ല ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സ്, ഇൻഹിബിറ്ററി കെമിക്കൽസ്, ഏതെങ്കിലും കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് കാരണം കൊണ്ട് എന്ത് ചെയ്യും? സീഡ് ജെർമിനേറ്റ് ചെയ്തിരിക്കും. അപ്പൊ വേരിയസ് റീസൺസ് കൊണ്ട് എന്ത് ചെയ്യാം? സീഡ് ഡോർമെന്റ് ആയിട്ട് പോകാൻ. ചിലപ്പോൾ എന്തായിരിക്കും? ഹാർഡ് സീഡ് കോട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കാം? സീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇംപെർമിയബിലിറ്റി ഓഫ് സീഡ് കോട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സീഡ്സിൽ എന്തായിരിക്കും? എന്തെങ്കിലും ഇൻഹിബിറ്ററി, സീഡ് കോട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഇൻഹിബിറ്ററി കോമ്പൗണ്ട്, ചിലപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സോയിലുള്ള മൈക്രോ ഓർഗാനിസിന്റെ ആക്ടിവിറ്റീസ് വരണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ വല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് വല്ല ആഷ് യൂസ് ചെയ്യേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൈക്രോബിയൽ ആക്ഷൻസ് വഴിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സീഡ് ജെർമിനേറ്റ് ചെയ്തോളും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ബേർഡ്സ് ഒക്കെ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ സീഡ്സിന്റെ ജെർമിനേഷൻ, ഇപ്പൊ ഫ്രൂട്ട്സ് കഴിച്ച് അതിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൽ കൂടെ സീഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ സീഡ് പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്യും. കാരണം എന്താ? ഈ ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സ് ആര് ഡൈജസ്റ്റ് ചെയ്യും? ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ബേർഡ്സ് ഓർ
ഏത് ആനിമൽ ആണെങ്കിൽ അത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇമ്മേച്വർ എംബ്രിയോ ആയിരിക്കും. എംബ്രിയോ ഇമ്മേച്വർ ആണെങ്കിൽ അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ വേരിയസ് റീസൺസ് കൊണ്ട് എന്ത് ചെയ്യാം, സീഡ് ജെർമിനേറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ സീഡ്സ് ആർ അൺഏബിൾ ടു ജെർമിനേറ്റ്, ദാറ്റ് മീൻസ് ആഫ്റ്റർ സീഡ് ഫോർമേഷൻ, അല്ലെങ്കിൽ സീഡ്സ് ആഫ്റ്റർ റിലീസിങ്, ദാറ്റ് ഈസ് എൻറ്റേഴ്സ് ഇൻ ടു എ പീരീഡ് ഓഫ് മെറ്റബോളിക്കലി ഇൻആക്റ്റീവ്, ദാറ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് കോൾഡ് സീഡ് ഡോർമൻസി. അതിന്റെ വേരിയസ് റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ? ഹാർഡ് സീഡ് കോട്ടോ, അല്ലെങ്കിൽ എന്ത് വരാം, ഇംപെർമിയബിലിറ്റി ഓഫ് സീഡ് കോട്ടോ, അല്ലെങ്കിൽ ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സിന്റെ പ്രസൻസോ, അതും അല്ലെങ്കിൽ എംബ്രിയോ ചിലപ്പോ മെച്ചുർ ആയിട്ടുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും കാരണം. അതാണ് നമുക്ക് ഒരു ടേം ഏതാണ്, സീഡ് ഡോർമൻസി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹാർഡ് സീഡ് കോട്ട് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ സീഡ് കോട്ട് നമ്മളൊന്ന് മെക്കാനിക്കലി ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്തോളും, സീഡ് ജെർമിനേറ്റ്. നമ്മൾ റബ്ബറൊക്കെ അങ്ങനെയാണ് ചെയ്യാം, മെക്കാനിക്കലി അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഒപ്പം തന്നെ നമുക്ക് എന്താണ്, ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സ് ആണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് അതിന്റെ ആ സീഡ് ഡോർമൻസി നമ്മൾ പ്രിവെന്റ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഹോർമോൺസിന്റെ പ്രസൻസ് വഴി വരാം. നമ്മളിപ്പോ അബിസിസിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സീഡ് ഡോർമൻസി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രസൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ എഫക്ട് കളയാനുള്ള സബ്സ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യും. ഇനി നമുക്ക് വേറൊരു ടേം ആണ് എന്ത്, സീഡ് വയബിലിറ്റി. സീഡ് ഡോർമൻസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്, വയബിലിറ്റി. വയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ദ കപ്പാസിറ്റി ടു ജെർമിനേറ്റ്, അല്ലെങ്കിൽ വയബിലിറ്റി എന്ന് വെച്ചാൽ സീഡ് വയബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സീഡ്സിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോ അബിലിറ്റി ടു ജെർമിനേറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ജെർമിനേറ്റ്, അതാണ് സീഡ് വയബിലിറ്റി. അപ്പൊ നമുക്ക് എന്താണ് സീഡ് വയബിലിറ്റി, നമുക്ക് ഓരോ പ്ലാന്റ്സിനും ചിലപ്പോൾ ഡിഫറെന്റ്. ചിലത് എന്ത് ചെയ്യും, ചില പ്ലാന്റ്സിന് ഇമ്മീഡിയറ്റ്ലി ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ അപ്പൊ തന്നെ എന്ത് ചെയ്യും, അത് ജെർമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ, ഒരു 1 month or 2 month കഴിയുമ്പോൾ എന്തായിരിക്കും, ആ സീഡ്സ് പിന്നെ ജെർമിനേറ്റ് ചെയ്യാതിരിക്കും. അതൊക്കെ എന്താണ്, ഓരോ പ്ലാന്റിന്റെയും ഓരോ സ്പീഷീസിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു സീഡ് ഡോർമൻസിക്ക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, ചിലപ്പോ നമ്മൾ ചില പ്ലാന്റ്സിനാണെങ്കിൽ ഒരു 2 months വരെ അത് ഡോർമൻ സ്റ്റേജിൽ നിന്ന് അത് കഴിയുമ്പോഴും ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ വയബിലിറ്റി പീരീഡ് എന്തായിരിക്കും, ഓരോ സ്പീഷീസിനും ഓരോ ഫാമിലിക്കും ഓരോ പ്ലാന്റ്സിനും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നോക്കി, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വയബിലിറ്റി, നമ്മളൊരു സീഡ് വയബിലിറ്റി നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2-3 ടൈപ്പ് ഓഫ് സീഡ്സിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ സീഡ്. ഈ സീഡ് എന്താണെന്നറിയോ, ഏകദേശം ഒരു 10,000 years ഏത് സ്റ്റേജിൽ നിന്നും, ഡോർമന്റ് ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് അത് ജെർമിനേറ്റ് ചെയ്തു. അതായത് നമ്മൾ ഈ മൈനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ ആർട്ടിക് ടൻഡ്രയില് മൈനിങ് നടത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സീഡാണ് ഏത്, നമ്മുടെ ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന ഒരു സീഡ്. അപ്പൊ ഈ സീഡ് എന്ത് ചെയ്തു, ഏകദേശം ഒരു 10,000 years ഈ ആർട്ടിക് സോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജെർമിനേറ്റ് ചെയ്ത് അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് നമ്മളത് മൈൻ ചെയ്തെടുത്തതിന് ശേഷം അതെന്ത് ചെയ്തു, ആഫ്റ്റർ 10,000 years അത് ജെർമിനേറ്റ് ചെയ്തു. കണ്ടോ, അപ്പൊ ആ സീഡ്സിന് എന്ത് ചെയ്യാണ്, ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി 10,000 years കഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ അത്രയും ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സീഡാണ് നമ്മൾ എന്ത്, ലൂപ്പിനസ് ആർട്ടിക്കസ്. അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് പാം ആണ് നമ്മളെ ഫീനിക്സ് ഡാക്ടിലിഫെറ എന്ന് പറയും. അത് നമ്മുടെ ഡെഡ് സീഡ് അവിടുന്ന് മൈൻ ചെയ്ത് കിട്ടി കഴിഞ്ഞു. അപ്പൊ അതിനെന്താണ്, 2000 years അതും ഡോർമന്റ് സ്റ്റേജിൽ നിൽക്കുമായിരുന്നു. എന്നിട്ടും അത് എന്ത് ചെയ്തു, ജെർമിനേറ്റ് ചെയ്തു. അപ്പൊ സീഡ്സിന് എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡോർമൻസി പീരീഡ് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സീഡ്സ് എന്തായിരുന്നു, വയബിൾ സീഡ്. വയബിൾ എന്ന് വെച്ചാൽ അർത്ഥം, ആ സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ 10,000 years കഴിഞ്ഞിട്ട് വയബിൾ ആയിട്ടുള്ള ഒരു സീഡാണ് ലൂപ്പിനസ് ആർട്ടിക്കസും. അതുപോലെ തന്നെ 2000 years കഴിഞ്ഞിട്ട് വയബിൾ ആയിട്ടുള്ള ഒരു സീഡാണ് ഫീനിക്സ് ഡാക്ടിഫെറ. ഡാക്ടിഫെറ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഡേറ്റ് പാമിന്റെ ഒരു വെറൈറ്റി. അപ്പൊ ഇത് രണ്ടും എന്താണ്, സീഡ് വയബിലിറ്റി. അപ്പൊ സീഡ് വയബിലിറ്റി എന്ന് വെച്ചാൽ ദ എബിലിറ്റി ടു ജെർമിനേറ്റ്. അപ്പൊ എത്ര വേണമെങ്കിൽ, ചിലപ്പോൾ സെവറൽ മന്ത്സ് കഴിഞ്ഞിട്ട് ജെർമിനേറ്റ് ചെയ്യാം, ചിലപ്പോൾ എന്തായിരിക്കും വിത്തിൻ 1 weeks ജെർമിനേറ്റ് ചെയ്യാം, ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൽ കൂടുതൽ ടൈം കാണിച്ച 2 സീഡ്സ് ആണ് നമ്മൾ ലൂപ്പിനസ് ആർട്ടിക്കസും അതുപോലെ തന്നെ ഫീനിക്സ് ഡാക്ടിലിഫെറ എന്ന് പറയും. അപ്പൊ ഈ 2 ടേംസ് ഒന്നൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കാം. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ അൺഎബിൾ ടു ജെർമിനേറ്റും സീഡ് വയബിലിറ്റി എന്ന് വെച്ചാൽ ഏബിൾ ടു ജെർമിനേറ്റ്. രണ്ടും ഓപ്പോസിറ്റ് ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ
ലുപ്പിനസിന്റെ സീഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത് 10,000 ഇയേഴ്സ് കഴിഞ്ഞിട്ടും വൈബിൾ ആയത്. ഇത് നമ്മുടെ ഫിനിക്സ് ഡാക്ടിലിഫറ, അതിന്റെ സീഡ്സ്, നമ്മുടെ ഡേറ്റ് പാം അതിന്റെ സീഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 2 ടേംസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു പോർഷൻ ആണ് നമ്മൾ പറയാൻ പോണതാണ് നമ്മുടെ ഫ്രൂട്ട്സ്. അപ്പൊ നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ ഏത് ഭാഗമാണ് ഫ്രൂട്ട് ആയിട്ട് മാറണത്? നമ്മുടെ ഓവറി ആണ്. ഓവ്യൂള് സീഡായിട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഓവറിയാണ് എന്തായിട്ട് മാറണത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് നമുക്കറിയാലോ, ഫ്രൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സീഡിന്റെ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സീഡല്ല നമ്മൾ കൂടുതൽ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഫ്രൂട്ടാണ് എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, ആനിമൽസ്, ബേർഡ്സ് ഒക്കെ. അപ്പൊ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളെല്ലാവരും സീഡ്സ് ഡിസ്പോസ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ആ മദർ പ്ലാന്റിൽ നിന്ന് ഒരു കുറച്ചും കൂടി ഡിസ്റ്റന്റ് പ്ലേസിലേക്ക് ആ സീഡ് പോവുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സീഡ്, ഈ ഫ്രൂട്ടിന്റെ പർപ്പസ് അതാണ്. നമ്മൾ ഫ്രൂട്ട് എഡിബിൾ ആയതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് കഴിക്കും. അറ്റ് ദ സെയിം ടൈം വി ആക്ട് ആസ് എ സീഡ് ഡിസ്പേഴ്സൽ ഏജന്റ്. അപ്പൊ നോക്കാം, നമുക്ക് ഫ്രൂട്ട് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓവറിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. എപ്പോഴാണ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അപ്പൊ അങ്ങനെ നമ്മള് ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റ് നോക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സിനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട് ആൻഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. അപ്പൊ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ട്രൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, കറക്റ്റ് ആയിട്ട് ഡെവലപ്പ്, അതായത് നമ്മുടെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. ഓവറിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട് എന്ന് പറയും. ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി ഓവറി. അതാണെങ്കിൽ നമുക്ക് എപ്പോഴാണ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നമ്മൾ ഏത് കൊടുക്കാം? നമ്മുടെ മാംഗോ, ടൊമാറ്റോ, അതൊക്കെ നമുക്ക് എന്താണ്? ട്രൂ ഫ്രൂട്ട് ആണ്. അതേസമയം ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഫോൾസ് ഉണ്ട് അല്ലെ. ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നല്ല? ഓവറി നിന്നല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി പാർട്സ് അതർ ദാൻ ഓവറി. പാർട്സ് അതർ ദാൻ ഓവറി. ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി പാർട്ട് അതർ ദാൻ ഓവറി. പാർട്സ് അതർ ദാൻ ഓവറി നമുക്ക് എന്ത് ചെയ്യാണ്? ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പൊ ഫോൾസ് ഫ്രൂട്ടിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. വൺ ഈസ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഒക്കെ നമുക്ക് എന്താണ്? ഫോൾസ് ഫ്രൂട്ട് ആണ്. കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോ ആപ്പിളിലാണെങ്കിൽ ഇതല്ല നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം. ഇത് എവിടെന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ തലാമസ്. എന്താ ഈ തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫ്ലവറിന്റെ ടിപ്പില് കാണുന്ന നമ്മുടെ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം, അതാണ് തലാമസ് അല്ലെ. അപ്പൊ ഈ തലാമസ് ആണ് എന്തായിട്ട് മാറണത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ശരിക്കും ആക്ച്വലി ഫ്രൂട്ട് എവിടെയുള്ളത്? അതിന്റെ ഈ സെന്ററിൽ കാണുന്ന ഭാഗമാണ്. കണ്ടോ, ഇവിടെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ 2 സീഡൊക്കെ കാണാൻ പറ്റും. ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഭാഗം ഫുൾ എന്താണ്? അതിന്റെ തലാമസ് ആണ്. അപ്പൊ തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ആപ്പിളിൽ എന്താണ്? പാർട്സ് അതർ ദാൻ ഓവറി എന്ന് പറയുമ്പോൾ ഏത് പാർട്ടായി? ഇവിടെ തലാമസ്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിയിലും, ആപ്പിൾ, സ്ട്രോബെറിയിലൊക്കെ നമുക്ക് എന്താണ്? ഈ തലാമസ് ആണ് അവിടെ എന്തായിട്ട് മാറുന്നത്? എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മള് കാഷ്യൂ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പൊ കാഷ്യൂല് ഇതാണ് നമ്മുടെ കാഷ്യൂന്റെ ഫ്രൂട്ട്. ഇവിടെ നമ്മൾ നട്ട് കാണും. നട്ട് നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യും. ഇതും എഡിബിൾ ആണ്. ആക്ച്വലി ഇതാണ് ഇതിന്റെ ഫ്രൂട്ട്. പക്ഷെ ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ തലാമസും അതുപോലെ തന്നെ പെഡിസിൽ ഒക്കെ കൂടിയിട്ടാണ് എന്തായിട്ട് മാറണത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? ഓവറി നല്ല ഫോം ചെയ്യണ പാർട്സ് അതർ ദാൻ ഓവറിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് എന്ത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കേസിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞേ? ഫ്രൂട്ട് ഒക്കെ ഫോം ചെയ്യുന്നത് എപ്പോഴാ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അല്ലെ. അപ്പൊ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ, ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എന്ത് ചെയ്യും? ഫ്രൂട്ട് ഫോം ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. അപ്പൊ ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിൽ എന്തുണ്ടാവില്ല? ഫെർട്ടിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല? സീഡ്സ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദീസ് ഫ്രൂട്ട്സ് ആർ കോൾഡ് സീഡ്ലെസ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പൊ ഇതിന് നമുക്ക് നേച്ചുറലായിട്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ് നമ്മുടെ എന്ത്? ബനാന. ബനാനയിൽ എന്തില്ല?
നമുക്ക് സീഡ്സ് ഇല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേപ്സ് അതുപോലെ വാട്ടർ മെലണിലൊക്കെ എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുള്ള ഓക്സിനും അതുപോലെ തന്നെ നമ്മൾ ഗിബെർലിൻ. ഈ 2 ഹോർമോൺസിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോ ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് ഫോം ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയാ, പാർത്തനോകാർപ്പി. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സിനെ എന്ത് ചെയ്യും, ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, പാർത്തനോകാർപ്പി ഫ്രൂട്ട്. ഇതൊരു നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഫ്രൂട്ടിന്റെ വോളിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്, പെരികാർപ്പ് എന്ന് പറയും അല്ലെ. ഈ പെരികാർപ്പിന്റെ ബേസിൽ നമ്മൾ ഫ്രൂട്ട്സിന് എന്ത് ചെയ്യും, ഫ്ലഷിയും ഡ്രൈ എന്ന് പറയും. ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പെരികാർപ്പ് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടിരിക്കും. ഒപ്പം തന്നെ ഈ പെരികാർപ്പിന് 3 ലെയേഴ്സ് കാണാൻ പറ്റും. ഏതാ 3 ലെയേഴ്സ്, നമുക്ക് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇങ്ങനെ 3 ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലഷി ഫ്രൂട്ട്. നമ്മളിപ്പോ എക്സാമ്പിൾ നമ്മുടെ മാംഗോ ഒക്കെ നമുക്ക് എന്താണ്, ഫ്ലഷി ഫ്രൂട്ട്. അതേസമയം നട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഡ്രൈ ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതാണ് നമ്മള് ഫ്രൂട്ട്സിനെ നമ്മൾ ട്രൂ, ഫോൾസ്, പാർത്തനോകാർപ്പി ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്കൊരു 2 ചെറിയ ടേമും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്കൊരു ടേമാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറയും. എന്താ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാല്, നമുക്ക് സാധാരണ കേസിൽ നമ്മള് എസെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട് അല്ലെ. അപ്പൊ എസെക്ഷൽ റിപ്രൊഡക്ഷനെ പറയുന്ന വേറൊരു പേരാണ് അപ്പോമിക്സിസ് എന്ന് പറയും. അപ്പൊ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എസെക്ഷൽ റിപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ട് തോന്നും, സെക്ഷൽ ആയിട്ട് തോന്നും. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്, നമുക്ക് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഉണ്ട്. എംബ്രിയോ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ എന്തുണ്ട്, എംബ്രിയോയുടെ ഫോർമേഷൻ നടക്കുന്നു. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെന്ന് തോന്നും. പക്ഷെ അതൊരിക്കലും സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ല, അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാ, അപ്പോമിക്സിസ്. അപ്പോ എന്നുള്ള വേർഡിന് അർത്ഥം വിത്തൗട്ട് എന്ന അർത്ഥം. മിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്സിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ, ഫെർട്ടിലൈസേഷൻ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്താണ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് അല്ലെങ്കിൽ ദാറ്റ് ഇമിറ്റേറ്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അപ്പൊ അതില് നമുക്ക് എന്താണ്, നമ്മുടെ എഗ്, സാധാരണ കേസ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണം, മിയോസിസ് നടക്കണം. ഇവിടെ മിയോസിസ് നടക്കാതെ എന്ത് ചെയ്യുവാണ്, നമുക്കൊരു എഗ് ഫോം ചെയ്യും. എഗ് ശരിക്കും എന്താണ്, എഗ് സെല്ല് ശരിക്കും എന്താ വേണ്ടത്, ഹാപ്ലോയിഡ് ആണ് വേണ്ടത്. പക്ഷെ ചില കേസില് മിയോസിസ് നടന്നില്ലെങ്കിൽ എന്ത് നടക്കും, അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് വരും. അപ്പൊ ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ എഗ് സെല്ല് നേരെ എന്തായിട്ട് മാറുവാണ്, എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് എംബ്രിയോ ഓൾറെഡി എന്താണ്, ഡിപ്ലോയിഡ് ആണ്. പക്ഷെ ആക്ച്വലി എന്ത് ചെയ്യണം, ഈ എഗ് ഫോം ചെയ്യണമെങ്കിൽ മിയോസിസ് നടക്കണം. പക്ഷെ നടന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇത് നേരെ ഫോം ചെയ്യുമ്പോൾ എന്താ, ഇവിടെ എംബ്രിയോ ഉണ്ട്, പക്ഷെ എന്ത് നടന്നിട്ടില്ല, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അതിനെയാണ് നമ്മള് അപ്പോമിക്സിസ് എന്ന് പറയും. അപ്പൊ ഈ അപ്പോമിക്സിസിന് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഭയങ്കര അപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഒരു സീഡ് പ്രൊഡ്യൂസ് ചെയ്തു. സീഡ്സ് നമ്മളിപ്പോ ഒരു 2 ഡിഫറെന്റ് വെറൈറ്റീസിന് നമ്മൾ ക്രോസ് ചെയ്തു, ഒരു സീഡ് ഫോം ചെയ്തു, നല്ലൊരു സീഡ് കിട്ടി. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ക്രോസ് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നടത്തി ഫോം ചെയ്തു. പക്ഷെ നമ്മൾ ഇതിനെന്താണ്, പിന്നെയും പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്തു, ഇതിന്റെ ഈ സുപ്രീം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ സൂപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, ലോസ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സാധാരണ ഫെർട്ടിലൈസേഷൻ നടത്തി സാധാരണ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഹൈബ്രിഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ ഈ ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഒക്കെ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സ് ഇല്ല അല്ലെങ്കിൽ ആ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ അപ്പോമിക്സിസ് ആക്കുക അല്ലെങ്കിൽ എസെക്ഷൽ മെത്തേഡ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രോജനീസിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുത്ത സൂപ്പർ ക്യാരക്ടേഴ്സ് എപ്പോഴും അതിന് ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് അപ്പോമിക്സിസ്. നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മള് ഒരു ഹൈബ്രിഡ്, നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ വഴി എന്ത് ചെയ്തു, ഒരു സീഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ സീഡിനെ നമ്മൾ എന്ത് ചെയ്തു, സോൺ ചെയ്ത് അതിൽ നിന്ന് പ്ലാന്റ്സ് ഉണ്ടായി. ഈ പ്ലാന്റ്സ് എന്ത് ചെയ്തു, നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ക്യാരക്ടർ അല്ലെങ്കിൽ സൂപ്പർ ക്യാരക്ടർ അവിടെ ഡിസ്ട്രോയ് ചെയ്തു പോകും.
അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല പാടാണ്, കാരണം ഈ മാസ്കുലേഷൻ ബാഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ പ്രാവശ്യം മാത്രം എന്ത് ചെയ്താൽ മതി, ഹൈബ്രിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് അതിനെന്താക്കി മാറ്റുക, അതിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോമിക്സിസ് അല്ലെങ്കിൽ അസെക്ഷൽ മെത്തേഡ് യൂസ് ചെയ്യാം. അസെക്ഷൽ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ സെയിം അസെക്ഷൽ മെത്തേഡ് എന്താണ്, എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനീസ് ഒക്കെ എക്സാക്ട് കാർബൺ കോപ്പീസ് ആയിരിക്കും. അപ്പൊ സിമിലർ നമ്പർ ഓഫ് പ്രോജനീസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ അപ്പോമിക്സിസ് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് നോക്കി വെക്കുക. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്, ദാറ്റ് ഇമിറ്റേറ്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. അപ്പൊ അതില് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് നേരെ എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ നമുക്ക്, നമ്മുടെ പോളി എംബ്രിയോണി എന്ന് പറയും. ഈ പേര് കേട്ടാൽ തന്നെ അറിയാലോ, പ്രശ്നമൊന്നുമില്ല. പോളി എന്ന് പറഞ്ഞാൽ ന്യൂമറസ്. സാധാരണ കേസിൽ ഒരു സീഡിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഒരു എംബ്രിയോ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് എന്ത് ചെയ്യും, മോർ ദാൻ 1 എംബ്രിയോ അല്ലെങ്കിൽ ന്യൂമറസ് എംബ്രിയോ ദാറ്റ് ഈസ് present inside a seed, അല്ലെങ്കിൽ that is there is an occurrence of 2 or more embryo in the ovule. ovule ആണ് എന്തായിട്ട് മാറണത്, സീഡ് ആയിട്ട് മാറുക അല്ലെ. അപ്പൊ നമ്മൾ ഒരു സീഡിനെ നമ്മൾ സോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താണ്, ശരിക്കും ഒരു എംബ്രിയോ വരാൻ പാടുള്ളൂ. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ന്യൂസിലസിലത്തെ സെല്ലിൽ നിന്നായിരിക്കും എന്ത് ഫോം ചെയ്യണേ, എംബ്രിയോ ഫോം ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻഡഗ്മെൻസിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, എംബ്രിയോ ഫോം ചെയ്യും. അപ്പോ ഇതൊക്കെ നമ്മൾ എന്താണ്, അഡ്വന്റീഷ്യസ് പോളി എംബ്രിയോണി എന്നാ പറയുക. കാരണം എംബ്രിയോ എവിടുന്ന ഫോം ചെയ്യേണ്ടത്, ശരിക്കും നമ്മുടെ സൈഗോട്ടിന്നാണ് എംബ്രിയോ ഫോം ചെയ്യേണ്ടത്. അപ്പൊ സൈഗോട്ടിന്നല്ലാതെ ന്യൂസിലസിലെ സെല്ലോ ഇൻഡഗ്മെൻസിലെ സെൽസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുവാണ്, എംബ്രിയോ ഫോം ചെയ്യും. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, പോളി എംബ്രിയോണി. നോർമൽ കേസിൽ ഒരു സീഡില് ഒരു എംബ്രിയോ, അപ്പൊ ഒരു സീഡില് ഒന്നിൽ കൂടുതൽ എംബ്രിയോ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളി എംബ്രിയോണി. കണ്ടോ, ഇപ്പൊ നമ്മളൊരു സിട്രസിന്റെ സീഡാണ് കൊടുത്തില്ലേ, കണ്ടോ, സീഡ് ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് നോക്കിയപ്പോ അതിന് എന്ത് ചെയ്തു, ഒന്നിൽ കൂടുതൽ എംബ്രിയോ റൈസ് ചെയ്തു. ഇപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ 3 എംബ്രിയോ ഉണ്ട്. സീഡ് എത്രയേ ഉള്ളൂ, സിംഗിൾ ആണ്. അപ്പൊ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. കാരണം എന്താ, ഈ ഓവ്യൂളാണ് സീഡായി മാറണേ. അപ്പൊ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എംബ്രിയോയ്ക്ക് പകരം അതിൽ കൂടുതൽ എംബ്രിയോ വരും. അതിന്റെ കാരണം അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ന്യൂസിലസിന്നോ ഇൻഡഗ്മെൻസിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൽ, എംബ്രിയോ സൈക്കിളോ വേറെ ഏതെങ്കിലും സെല്ലിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എംബ്രിയോ ഫോം ചെയ്യും. അപ്പൊ ഇതിനെ നമുക്ക് എന്തും കൂടിയും പറയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഡ്വന്റീഷ്യസ് പോളി എംബ്രിയോണി എന്ന് പറയും. അഡ്വന്റീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സാധാരണ സൈഗോട്ടിന്നാണ് എംബ്രിയോ ഫോം ചെയ്യുക. എംബ്രിയോ ദാറ്റ് ഈസ് ഫോംഡ് പാർട്സ് അതർ ദാൻ നമ്മുടെ സൈഗോട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഷന്റെ പ്രോഡക്റ്റിൽ നിന്നല്ലാതെ നമുക്ക് എംബ്രിയോ ഫോം ചെയ്യാം. അപ്പൊ ന്യൂസിലസിന്നോ ഇൻഡഗ്മെൻസിന്നോ ഒക്കെ എംബ്രിയോ ഫോം ചെയ്യുവാണെങ്കിൽ എന്ത് കൊടുക്കാം, അതിനെ പോളി എംബ്രിയോണി എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതില് 2 ടേംസ് നമ്മൾ പറഞ്ഞതാണ്, എന്ത്, അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും. പിന്നെ നിങ്ങളൊരു ടേം നമ്മുടെ ഒരു ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ പാർത്തനോകാർപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു പാർത്തനോകാർപ്പി, സീഡ്ലെസ് ഫ്രൂട്ടിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു ടേം ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം, പാർത്തനോജെനസിസ് എന്ന് പറയും. പാർത്തനോജെനസിസ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമീറ്റ്സ്, നമ്മൾ അപ്പോമിക്സിസ് പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റ് നേരെ എന്തായിട്ട് മാറാം, നമുക്ക് എംബ്രിയോ ആയിട്ട് മാറും അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. പക്ഷെ എന്ത് നടക്കില്ല, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മുടെ അപ്പോമിക്സിസ് പോലെ തന്നെ, പക്ഷെ അവിടെ എല്ലാവരും എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആണെന്ന് മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിന് പറയുന്ന പേരാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഹണിബീയുടെ ഒക്കെ അങ്ങനെയാണ്. ഹണിബീയുടെ മെയിൽ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മുടെ മെയിൽ ഗ്യാമീറ്റ്സ്, ഫീമെയിൽ ഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗില് എന്ത് നടക്കുവാണ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ന്യൂ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുക. പക്ഷെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ഇൻഡിവിജ്വൽ എപ്പോഴും ഡിപ്ലോയിഡ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ എന്താണ്, ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ നമുക്ക് ഹണിബീല്, അതുപോലെ നമ്മുടെ ടർക്കി എന്ന് പറയുന്ന ബേർഡില്, അതിലൊക്കെ എന്താണ്, പാർത്തനോജെനസിസ്. അപ്പൊ നമ്മൾ ഈ പാർത്തനോകാർപ്പി അതുപോലെ തന്നെ പോളി എംബ്രിയോണി പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറയുന്ന ഒരു ടേം തന്നെയാണ് നമ്മൾ പാർത്തനോജെനസിസ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടേമിൽ പറയാം, ഈ അപ്പോമിക്സിസിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, ആര്, പോളി എംബ്രിയോണി, അതുപോലെ നമ്മള് പാർത്തനോജെനസിസ്, അതുപോലെ നമ്മുടെ പാർത്തനോകാർപ്പി. ഇവരെല്ലാവരും എന്ത് തന്നെയാണ്, എല്ലാവരും ഒരു ടൈപ്പിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ്, എല്ലാവരും നമ്മുടെ അപ്പോമിക്സിസിന്റെ
ഒരു ഡിഫറെന്റ് ടൈപ്സ് തന്നെയായിട്ട് പറയാം. കാരണം ഇവരൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പോളി എംബ്രിയോണിൽ നമ്മൾ എന്താ പറഞ്ഞ ഇവിടുന്ന് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫോം ചെയ്യും. പാർത്തനോജനസിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാർത്തനോകാർപ്പിയിലും ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവരൊക്കെ തന്നെ എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അപ്പോമിക്സ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മെയിൻ ആയിട്ട് അതിൽ പഠിക്കേണ്ട പോർഷൻസ് ഒന്നും കൂടിയും പറയാം. നമ്മുടെ ആന്തറിന്റെ സ്ട്രക്ചർ നന്നായിട്ട് നോക്കുക, മെയിൽ ഗ്യാമേറ്റ് പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ നന്നായിട്ട് വരച്ചു പഠിക്കുക. അതുപോലെ തന്നെ മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, പിന്നെ ഓവ്യൂളിന്റെ സ്ട്രക്ചർ, എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ, ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസും അതിന്റെ ക്യാരക്ടേഴ്സും, അതുപോലെ തന്നെ നമുക്ക് ഈ ടേംസുകൾ അപ്പോമിക്സിസ്, പോളി എംബ്രിയോണി, പാർത്തനോജെനസിസ്, പാർത്തനോകാർപ്പി. അപ്പൊ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക. സോ ഓൾ ഓഫ് യു സ്റ്റഡി വെരി വെൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.